ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ DAD വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഗാർഡൻ ടൂറാണ്. അപ്പം അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഈ ഗാർഡനിലേക്ക് പോവാം. നമുക്ക് പുറത്തുനിന്ന് തന്നെ ഒരു ഗാർഡന്റെ ആ പൂക്കളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതൊരു വെള്ള കളറിലെ പൂവാണ്, ചെറുതാണ്, കുഞ്ഞു പൂവാണേ. ഇത് ഇത്തിരി ഇങ്ങോട്ടേക്ക് പടർന്നു നിന്നിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് മാറുമ്പം ഒരു സ്കിൻ കളറിലെ ഒരു പൂവാണ്, നല്ല രസമാണ് കാണാൻ. ഇത് നേരെ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നേരെ പോകുമ്പം പല നിറത്തൊരു പച്ചയും മഞ്ഞയും കൂടുതൽ കളറുള്ള ഒരു ഇലച്ചെടി കാണാം. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ അത് തന്നെ കളറുള്ള വേറെ ഷേപ്പിലുള്ള ഒരു ചെടിയും കൂടെ കാണാം. ഇനി നമ്മൾക്ക് കോളാമ്പിയിലേക്ക് കിടക്കാം. ഗുരുദേവന്റെ കളർ ഇപ്പം നല്ല രസമുള്ളൊരു കളറാണ്. ഇപ്പം പറഞ്ഞ കൂട്ട് തന്നെ ഗുരുദേവന്റെ, അത് തന്നെ നല്ല ഭംഗിയുള്ള ഗുരുദേവന്റെ ചന്തമുള്ള ഒരു കോളാമ്പി. കടന്നു ഗായ്സ്. ഇതാണ് ഗായ്സ്, ഞാനിത് 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്റെ പേര് മറന്നുപോയി. ഇത് ശംഖുപുഷ്പാണ്. ഇത് വെച്ച് കാപ്പിയൊക്കെ തിളപ്പിക്കും, നല്ല ടേസ്റ്റ് ആണ്. കിട്ടി ഗൈസ്, വെള്ളിലെ വള്ളി എന്നാണ് എന്റെ പേര്. ഓക്കെ, നമുക്ക് ഇതിന് ബോഗൻ വില്ല എന്നൊക്കെ പറയും, കറക്റ്റാണെന്ന് അറിയത്തില്ല. ഇതാണ് വേറൊരു ചെമ്പരത്തി, വടിച്ചെമ്പരത്തിയാണ്. വടി കൂട്ടാനിരിക്കുന്നത്, പക്ഷെ ചെമ്പരത്തി കൊഴിഞ്ഞു പോയി. പക്ഷെ ഇവിടെ ഒരു മൊട്ടുണ്ട് ഗൈസ്, 2 മൊട്ടുണ്ട്. അത് പക്ഷെ നല്ലതാണ്. ഗൈസ്, കുറെ ഇലച്ചെടികൾ. ഇത് ലില്ലിപ്പൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റിൽ അയച്ചാൽ മതി, ഓരോ ചട്ടിയായിട്ട് കിട്ടുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ വീട്ടില് ഒരു കട്ട കൂട്ട് നിൽക്കണ ഒരു ജമന്തിയാണ്. ജമന്തിയാണ്. ഓക്കെ, ഇത് കോഴിവാടൻ. ഗൈസ്, ഇതാണ് റഫ്ലഷിയുടെ കസിൻ. നമുക്ക് തുളസിയിലേക്ക് പോകാം. ഇതാണ് തുളസി, നിറച്ചുണ്ടായിരുന്നു, ഇപ്പോൾ കൊഴിഞ്ഞു പോയതാണ്. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഒരു ഇലച്ചെടി കാണാം. ഇതാണ് ഒരു വൈറ്റും ഒരു പച്ചയും കൂടെ ആയിട്ടുള്ള ഒരു കളറാണ്. ഒരു ചെറുതായിട്ടൊരു ഊട്ട പോയി ഒച്ചയാണെന്നാണ് സംശയം. പുളിയല്ല, ഇതൊരു ഭംഗിയുള്ളൊരു ഇലച്ചെടിയാണ്. അങ്ങനെ നല്ല ചെടിയാണ്. അതിന് ഇപ്പുറത്തായിട്ട് ഒരു പച്ച റെഡും കളറിലൊരു ചെടി വരുന്നുണ്ട്. മറ്റേ റഫ്ലഷിയുടെ കസിന്റെ വേറൊരു കളർ കേട്ടോ. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് അയച്ചാൽ മതി. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു ചെടി കാണാം. ഇത് നല്ലൊരു രസമുള്ളതാണ്. ഇപ്പം ഇതാണ് ഒരു ഊട്ടയുള്ള ചെടിയാണ്. ഇത് നേരത്തെ ഊട്ടമുള്ളതിൽ ജന്മന ഊട്ടയുള്ളതാണ്. ഇതൊരു വാഴ കൂട്ടൊരു ചെടിയുണ്ട്. ഇവിടെ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ ചെടിയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ. ഗൈസ്, ആലില പോലത്തെ ഒരു ചെടിയുണ്ട്. അതിന്റെ ചെറുത് വലുത്, അതിന്റെ കാലില പോലത്തെ ഒരു പൂവുണ്ട്. അതിന്റെ തന്നെ വേറെ സ്പെഷ്യൽ സാധനം കാണിച്ചു. ഇതിനെ വലുത്, ഇങ്ങനെ കുറെ ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ചെടികളുണ്ട്. അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് ഈ ചെടികളുടെ എല്ലാം പേര് വേണമെങ്കിൽ കമന്റ് ചെയ്യും. ഇപ്പം ഇതൊരു പുല്ല് ചെടിയാണ്, നല്ല രസമാണ്. കൊട പോലെ പിടിച്ച് ഫുള്ളായിട്ട് കാണിച്ചു തരാം. എത്ര എണ്ണം ഉണ്ട്? ഒരു കൊട പോലെ നിൽക്കും. ഇപ്പം 1 2 3 4 5 6 എണ്ണം ഉണ്ട് ഗൈസ്. 6 എണ്ണം. അത് കഴിഞ്ഞ ഒരു മാവുണ്ട്. ഇതിന്റെ മാമ്പഴത്തിന് നല്ല ടേസ്റ്റാണ്. മധുരമായ മാമ്പഴം ഗൈസ്. ഇവിടെ വേറൊരു ടൈപ്പ് മാങ്ങ മരം ഇവിടെ നിൽക്കുന്നുണ്ട്. അടുത്ത് തന്നെ മാങ്ങാ ചെടിയാണ് ഈ നിൽക്കുന്നത്. മാങ്ങക്കൊരു കൂട്ടായിട്ട് വന്നതാണ് മാങ്ങാ ചെടി. ഇത് മാങ്ങയുടെ കസി. ഇത് മറ്റേ വെള്ളിയിലെ വള്ളി 5ാം ക്ലാസ്സിലാ ഗൈസ്. കപ്പ വേണോ? കപ്പ വാ. ഞാൻ പുറത്തുനിന്ന് കാണിച്ചില്ലേ ഡബിൾ ഷെയ്ഡ്, അത് തന്നെ ഡബിൾ ഷെയ്ഡ് കുറെ ചെടികളുണ്ട് ഗൈസ്. ഇത് ആ പൂവാണ്, നല്ല ഭംഗിയാണ്. ഇവിടെ പോയി അടർന്നു വീണൊരു ചെടി. ഓക്കെ, അടർന്നു വീണു ചെടികൾ. ഇവിടെ തെങ്ങ് അതുപോലെ തന്നെ കുറെ ഉണ്ട്. ഇതൊരു നാരങ്ങ ചെടിയാണ്, ഇതുവരെ കായ്ച്ചിട്ടില്ല. നിങ്ങൾ കമന്റ് ചെയ്യൂ, അത് കഴിച്ചോളൂ. ഇവിടെ തുളസി, ഇവിടെ ഒരു തുളസി, വേപ്പില. ഗോയ്സ്, അവിടെ ചങ്ക് വാഴ. അപ്പൊ ഈ വാഴയാണ് ഞങ്ങൾ മീൻ കറിക്ക് എടുക്കുന്നത്. ഓക്കെ,
ഗൈസ് സോറി തെറ്റിപ്പോയി. വാഴയില്ല കേട്ടോ, മീൻകറിക്ക് എടുത്ത വേപ്പിലായിരുന്നു. അപ്പൊ നല്ല വേപ്പില് ഓഫാക്കി നല്ല വേപ്പിലാണ്. വേണമെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പറിച്ച് അടിപൊളി ടേസ്റ്റ്.